വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡി എൻ എ റിപ്ലിക്കേഷനെ കുറിച്ചാണ്. ഡി എൻ എ റിപ്ലിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്താണ് ഡി എൻ എ റിപ്ലിക്കേഷൻ? നോർമലി നമുക്ക് എല്ലാവർക്കും ഓരോ സെല്ലുകളുണ്ട്. നമ്മളെല്ലാവരും ജനിച്ച ആ സമയത്ത് നമ്മൾ എത്ര വലുപ്പമുണ്ടോ അത്രയല്ലല്ലോ ഇപ്പോഴുള്ളത്. നമ്മൾ വളർന്നിട്ടുണ്ട്. വളരാൻ കാരണം എന്താ? നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരൻറ്റ് സെല്ലിന് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടായിരുന്നോ അതെല്ലാതും അതേപടി അതിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള രണ്ട് പുതിയ സെല്ലുകൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ കിട്ടുന്ന സമയത്ത് എന്താണ്, ഈക്വലായിട്ട് അതിലുള്ള ഡി എൻ എയുടെ കണ്ടൻറ്റും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ഒരു സമയത്ത് സെൽ ഡിവിഷൻ്റെ സമയത്താണ് ഡി എൻ എ റിപ്ലിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പാരൻറ്റ് സെല്ല് എന്നുണ്ടെങ്കിൽ റിപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് സെല്ലൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഡോട്ടർ സെല്ലുകളായിട്ട് മാറും. ആ ഡോട്ടർ സെല്ലുകളാവുമ്പോൾ എങ്ങനെയാണ് പാരൻറ്റ് സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെല്ലുകളിലേക്ക് ഈക്വലായിട്ട് ആ ഒരു ഡി എൻ എ സെഗ്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഡി എൻ എ റിപ്ലിക്കേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഡി എൻ എ റിപ്ലിക്കേഷൻ എന്ന് പറയും. അതുപോലെ നിങ്ങൾക്ക് വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടേംസും പറയും. ഓക്കെ, നമുക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ പറയാം ടേംസ് ഒക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡെഫിനീഷൻ പോലെ ആയിരിക്കും. ആ ഡെഫിനീഷൻസ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഡി എൻ എയുടെ സ്ട്രക്ചർ എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇങ്ങനെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിലാണ് നമ്മുടെ ഡി എൻ എ ഉണ്ടായിരിക്കുക. അതിൻ്റെ ആ ഒരു സൈഡുകൾ എങ്ങനെയാണ്? ഈ സൈഡുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പെൻറ്റോ ഷുഗർ കൊണ്ട് അല്ലേ? 5 വശങ്ങളുള്ള ഷുഗർ മോളിക്യൂൾസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഈ പെൻറ്റോ ഷുഗർ ഉള്ളത്. അതുപോലെ അവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അടുത്ത പെൻറ്റോ ഷുഗർ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് എന്ത് ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുകൾ അല്ലേ? ഫോസ്ഫേറ്റുകൾ വെച്ച് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴിയാണ് അവർ ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ രണ്ട് സിംഗിൾ സ്ട്രാൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടുകൾ വഴിയാണ്. ആ ഹൈഡ്രജൻ ബോണ്ടുകൾ ആരെയാണ് ഫോം ചെയ്യുന്നത്? നൈട്രജൻ ബേസസ് ആണ് ഫോം ചെയ്യുന്നത്. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ തുടങ്ങിയിട്ടുള്ള നൈട്രജൻ ബേസസുകളാണ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട്സ് വഴി ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും അതിൻ്റെ ഒരു എന്താണ് ഓവറോൾ വ്യൂ എന്നുള്ളത് നമുക്ക് അറിയാലോ. അത് ആ ഒരു കാര്യം നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, എ ടിയുമായിട്ട് ഡബിൾ ബോണ്ടായിട്ടും അതുപോലെ എങ്ങനെയാണ് സൈറ്റോസിനും ഗ്വാനിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടായിട്ടാണ് ഫോം ചെയ്യുക. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഡി എൻ എ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് അല്ലേ? ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ അൺവൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ അൺവൈൻഡ് ചെയ്യണം. എന്നിട്ട് രണ്ട് സ്ട്രാൻഡുകളാക്കി മാറ്റണം. ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ചെയ്യുന്നത് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ ആക്ട് ചെയ്യുക. അത് എന്തൊക്കെ ചെയ്യും? ദിസ് ഓപ്പൺ ആൻഡ് അൺവൈൻഡ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ബൈ ബ്രേക്കിംഗ് ദ ഹൈഡ്രജൻ ബോണ്ട്സ്. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഇപ്പോൾ അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, സൈറ്റോസിനും ഗ്വാനിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ്, ഈ രണ്ട് സ്ട്രാൻഡിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഹെലിക്കേസ് എൻസൈം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ടിടത്തിൻ്റെ ഇടയിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സിംഗിൾ സ്ട്രാൻഡുകളായിട്ട് മാറും. പിന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പം നമ്മൾ ഒരു റബ്ബർ ബാൻഡ്, രണ്ട് കൈയിലും നമ്മുടെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഒരു കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് നമ്മൾ അത് വിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഒരു കത്രിക എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും അല്ലേ? ഒരു നല്ലൊരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ ഒരു അൺവൈൻഡിങ് മൂലം ഉണ്ടായ ആ ഒരു ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമും കൂടി അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈമും ഹെലിക്കേസ് എൻസൈമും ഇവരുടെ രണ്ടുപേരുടെയും യൂസ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കണം. വൺ വേർഡിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ ഹെലിക്കേസ് എൻസൈം വന്നിട്ട് ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്ത് രണ്ട് സിംഗിൾ സ്ട്രാൻഡുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പോ ഐസോമറൈസ് അവിടെ ആക്ട് ചെയ്യും. ഇനി അടുത്തതാണ് ആഡിങ് നടക്കണം. അതായത് ഇപ്പോൾ എങ്ങനെയായിട്ടുള്ളത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ പാരൻറ്റ് ഡി എൻ എ. പി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പാരൻറ്റ് ഡി എൻ എ എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിങ്ങനെ കോയിൽ ചെയ്ത് വരച്ചിട്ടില്ലാന്നേ ഉള്ളൂ.
ജസ്റ്റ് നേരെ വരച്ചു എന്നേ ഉള്ളൂ. ഇതിന് നമുക്ക് ഡി എൻ എയുടെ സ്ട്രാൻഡുകൾ എങ്ങനെയാണ്? 5' അതിൻ്റെ ഓപ്പോസിറ്റ് 3' 3' 5' ഇങ്ങനെയല്ല ഉണ്ടായിരിക്കാം. 3' 5'. ഇനി ഇങ്ങോട്ടേക്കാണ് നമ്മുടെ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടായിരുന്ന ഹെലിക്കേസ് എൻസൈം വന്നത്. ഹെലിക്കേസ് എൻസൈം വന്നപ്പോൾ എന്താ ഉണ്ടായത്? സെപ്പറേറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് കാണുന്നില്ലേ? ഇത് ഈ ട്രയാങ്കിൾ, ഇതാണ് ഹെലിക്കേസ് എൻസൈം എന്ന് വിചാരിക്കുക. ഈ ഹെലിക്കേസ് എൻസൈം ആണ് ഈ ഡബിൾ സ്ട്രാൻഡിനെ എന്താക്കി മാറ്റിയത്? സിംഗിൾ സ്ട്രാൻഡുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്തത്. ഈ സിംഗിൾ സ്ട്രാൻഡുകളാക്കി നിങ്ങൾ എപ്പോഴും 3' 5' എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. അത് മറക്കരുതേ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഡി എൻ എ റിപ്ലിക്കേഷൻ്റെ സമയത്ത് ഈ 3' 5' ഒക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഹെലിക്കേസ് എൻസൈം വന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വൈ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായില്ലേ? ഞാൻ ഇതേ സ്ട്രക്ചർ ഇങ്ങനെ ഒന്ന് വരച്ചു തരാം. ഓക്കെ, ഇങ്ങനെയല്ലേ ഇപ്പം ഉണ്ടായത്? 3' 3' 5' ഇങ്ങനെയല്ല ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഒരു വൈ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു. അതാണ് റിപ്ലിക്കേഷൻ ഫോർക്ക്. എന്താണ് റിപ്ലിക്കേഷൻ ഫോർക്ക്? ഇതിപ്പോൾ നേരെയുള്ള ഒരു ഡി എൻ എയുടെ എൻഡായിരുന്നു. ഇപ്പോൾ ഡി എൻ എ ഇങ്ങനെ പോവുമായിരുന്നു. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡി എൻ എ ആണ്. അതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഏതാണ് ഹെലിക്കേസ് എൻസൈം വന്ന് ആക്ട് ചെയ്തതെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു റിപ്ലിക്കേഷൻ ബബിളാണ് ഫോം ചെയ്യുക. ഓക്കെ, എന്താണ് റിപ്ലിക്കേഷൻ ബബിളാണ് ഫോം ചെയ്യുക. ഈ കേസിൽ റിപ്ലിക്കേഷൻ ഫോർക്ക് വരുന്ന വൈ ഷേപ്പിലുള്ള റിപ്ലിക്കേഷൻ ഫോർക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡി എൻ എയുടെ എൻഡ് പാർട്ടുകളിൽ ഡി എൻ എയുടെ എൻഡ് ഉണ്ടായിരിക്കുമല്ലോ, ആ സ്ഥലത്തൊക്കെ ഹെലിക്കേസ് വന്നാലാണ് റിപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുക. അല്ല ഡി എൻ എയുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ റിപ്ലിക്കേഷൻ ബബിളാണ് ഫോം ചെയ്യുക. ഓക്കെ, ബബിൾ ഇതുപോലെയുള്ള റിപ്ലിക്കേഷൻ ബബിൾസ് ആണ് ഫോം ചെയ്യുക. എളുപ്പമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇപ്പോൾ ഈ പാരൻ്റ് ഡി എൻ എ ആണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയത് അല്ലേ? പാരൻ്റ് ഡി എൻ എ സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ ടോട്ടലി സെപ്പറേറ്റ് ചെയ്തിട്ട് 2 സ്ട്രാൻഡുകൾ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാൻഡുകളാണ് കേട്ടോ, സിംഗിൾ സ്ട്രാൻഡുകളാണ്. 5' 3' 3' 5'. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ 2 സിംഗിൾ സ്ട്രാൻഡുകൾ ഉണ്ടല്ലോ, അവരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡുകൾ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ്. 2 ടെംപ്ലേറ്റ് സ്ട്രാൻഡുകൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇതെങ്ങനെയാണ്? സിംഗിൾ സ്ട്രാൻഡാണ്. നമ്മുടെ ഡി എൻ എ എങ്ങനെയുള്ളത്? ഡബിൾ സ്ട്രാൻഡാണ് ഡി എൻ എ അല്ലേ? അപ്പോൾ ഡബിൾ സ്ട്രാൻഡ് ആകുമ്പോൾ അതിന് എന്ത് ചെയ്യണം? കോംപ്ലിമെൻ്ററി ബേസ് പെയറുകൾ ആഡ് ചെയ്യണം. അഡിനിൻ ആണെങ്കിൽ അവിടെ തൈമിൻ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ അഡിനിൻ ആണുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യേണ്ടത് ആരെയാണ്? ഇവിടെ ആഡ് ചെയ്യേണ്ടത് തൈമിനാണ്. ഇനി ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ ഗ്വാനിൻ ആഡ് ചെയ്യണം. ഇവിടെ തൈമിൻ ആണെങ്കിൽ ഇവിടെ അഡിനിൻ ആഡ് ചെയ്യണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്, കോംപ്ലിമെൻ്ററി ബേസുകളല്ല ആഡ് ചെയ്യേണ്ടത്. പക്ഷേ നേരിട്ട് വന്നിട്ട് ഇതൊക്കെ ആരെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡി എൻ എ പോളിമറൈസ് എൻസൈം. ആരാണ്? ഡി എൻ എ പോളിമറൈസ് എൻസൈം ആണ് നമ്മുടെ നൈട്രജൻ ബേസുകളെ അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ തുടങ്ങിയിട്ടുള്ള നൈട്രജൻ ബേസുകളെ കൊണ്ട് ആഡ് ചെയ്യുന്നത് ആരാ? നമ്മുടെ ഡി എൻ എ പോളിമറൈസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വെക്കണം, ഡി എൻ എ പോളിമറൈസ് ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ നേരിട്ടിട്ട് ഡി എൻ എ പോളിമറൈസിനെ നമ്മുടെ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നേരെ കൊണ്ടുവന്നിട്ട് നൈട്രജൻ ബേസുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഇനീഷ്യേറ്റീവ് വേണം, ഒരു തുടക്കം വേണം. ഓക്കെ, അങ്ങനെ ഒരു തുടക്കം കിട്ടണമെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണ്ടേ? ആ സ്റ്റാർട്ടിങ് പോയിന്റ് വരെ കൊണ്ടുവയ്ക്കുന്ന ആളാണ് പ്രൈമേസ്. ആരാണ്? പ്രൈമേസ് എൻസൈം. പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഒരു ഇനീഷ്യേറ്റീവ് കൊടുക്കുന്നത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് പ്രൈമേസ് ആണ്. പ്രൈമേസ് പ്രൈമറുകളെ അറ്റാച്ച് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ട്രാൻഡ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്ട്രാൻഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു പ്രൈമർ കൊണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡി എൻ എ പോളിമറൈസിന് ഈ ഒരു ഭാഗത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തൊക്കെ ബേസ് പെയേഴ്സ് ആണോ വേണ്ടത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അതിങ്ങനെ ആഡ് ചെയ്ത് നമ്മുടെ ഡി എൻ എ പോളിമറൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള എന്താണ് നൈട്രജൻ ബേസുകൾ ആഡ് ചെയ്തിട്ട് ഡബിൾ സ്ട്രാൻഡാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷേ എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രൈമറിന് വന്നിരിക്കാൻ പറ്റില്ല. പ്രൈമറിന് വന്നിരിക്കുകയാണെങ്കിൽ എന്ത് വേണം? ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റുകളുണ്ട്. അതെന്താന്ന് നോക്കിയാൽ ഇത്രയും സ്റ്റെപ്പുകൾ ഓക്കെ അല്ലേ? ഞാൻ ഈ ഒരു റിപ്ലിക്കേഷൻ ഫോർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ,
വരയ്ക്കാം. ഇത് 3' ഇവിടെ 5', 5', 3'. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ന്യൂ സ്ട്രാൻഡ്സ് ആർ ആഡഡ് ഫ്രം 5' to 3'. ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നൈട്രജൻ ബേസുകളുണ്ടല്ലോ, അവരെപ്പോഴും 5' മുതൽ 3'ലേക്കാണ് എന്ത് ചെയ്യുന്നത്, ബേസ് പെയർസ് ആഡ് ചെയ്യുന്നത്. അതായത് 3 to 5 എന്ത് നടക്കില്ല, ബേസ് പെയറിൻ്റെ ആഡിങ് നടക്കില്ല. 5 to 3 മാത്രമേ എന്ത് നടക്കുള്ളൂ, ബേസ് പെയർ ആഡിങ് നടക്കുള്ളൂ. എന്താണ് ഈ 5', എന്താണ് ഈ 3' എന്നറിയില്ലേ? നമ്മുടെ പെൻറ്റോസ് ഷുഗർ ഉണ്ട് അല്ലേ, ഈ പെൻറ്റോസ് ഷുഗറിൻ്റെ 3rd കാർബൺ ആറ്റവും 5th കാർബൺ ആറ്റവും ഫേസ് ചെയ്യുന്നതിൻ്റെ, 3rd കാർബൺ ആറ്റം ഫേസ് ചെയ്യുന്നതിൻ്റെയും 5th കാർബൺ ആറ്റം ഫേസ് ചെയ്യുന്നതിൻ്റെയും അനുസരിച്ചിട്ടാണ് ഈ 5', 3' എന്ന് പറയുന്നത്. ഓക്കെ, അത് വലിയ ഇതുള്ള കാര്യമല്ല, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലല്ലോ. നമ്മുടെ എന്താണ്, പെൻറ്റോസ് ഷുഗറിൻ്റെ 3rd കാർബൺ ആറ്റം പൊസിഷൻ ഏത് ഭാഗത്തേക്കാണോ ഉള്ളത് അതാണ് 3'. 5th കാർബൺ ആറ്റം എങ്ങോട്ടാണോ അതാണ് 5'. ഓക്കെ, അപ്പോൾ എപ്പോഴും 5 to 3 മാത്രമേ എന്ത് നടക്കുള്ളൂ, പുതിയ പുതിയ ബേസ് പെയറുകൾ ആഡ് ചെയ്യുള്ളൂ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാരന്റ് DNA എങ്ങനെയാണ് വരച്ചത്, 5', 3', 3', 5' അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു ലൈൻ, ഓക്കെ, ഈ ഒരു ലൈൻ ഓക്കെ, ഈ ഒരു ലൈനെ നിങ്ങൾ എടുക്കുക. ഈ 3 to 5' എന്നുള്ളതിൽ ഈ ഒരു ലൈൻ അതെടുക്കുകയാണെങ്കിൽ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട്, ഓക്കെ, കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡാണ്, അതുപോലെ ഈ തൊട്ടടുത്തുള്ള ഇത് വേറൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡാണ് അല്ലേ. പാരന്റ് DNAയുടെ 2 സ്റ്റാൻഡുകളാണ്. അപ്പോൾ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അടുത്തൊരു സ്റ്റാൻഡ് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും വരിക, എങ്ങനെയായിരിക്കും, ഇവിടെ 3' ആണെങ്കിൽ 5' തുടങ്ങുന്ന സ്റ്റാൻഡ് ആയിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അങ്ങനെയാണല്ലോ വരേണ്ടത്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 5' ആണ്, എന്നാലല്ലേ അതിങ്ങനെ വന്ന് ശരിയാവുള്ളൂ. ഇനി ഇവിടെ ആണെങ്കിൽ ഈ ഭാഗത്ത് 3' ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, 5 to 3 മാത്രമേ എന്ത് നടക്കുള്ളൂ, ബേസ് പെയറുകൾ ആഡ് ചെയ്യുള്ളൂ. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 3' മുകളിൽ 3' ഏത് ഭാഗത്താണോ, ഏത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെയാണുള്ളത് അതിൻ്റെ അവിടെയാണ് 5' ഉള്ളത്. മീൻസ് അതിൻ്റെ ഓപ്പോസിറ്റാണ് 5' വരിക, അതിൻ്റെ ടെംപ്ലേറ്റുമ്മലാണ് വരിക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്യും, ഒരു പ്രൈമേസ് എൻസൈം വന്നിട്ട് ഒരു പ്രൈമറിനെ അറ്റാച്ച് ചെയ്യിക്കും. അങ്ങനെ ഒരു പ്രൈമറിനെ അറ്റാച്ച് ചെയ്യിച്ചാൽ നമ്മുടെ DNA പോളിമറൈസ് എൻസൈം വന്നിട്ട്, നമുക്കൊരു DNA പോളിമറൈസിനെ വരയ്ക്കാം. ഈ യെല്ലോ കളറിലുള്ളതാണ് DNA പോളിമറൈസ് എൻസൈം. ഓക്കെ, ഈ റെഡ് കളറിലുള്ളതാണ് എന്ത്, പ്രൈമർ. അപ്പോൾ DNA പോളിമറൈസിൽ ഇപ്പോൾ ആരുണ്ട്, DNA പോളിമറൈസിന് എന്തിനാണ് വരുന്നത്, നമ്മുടെ ബേസ് പെയറുകൾ ആഡ് ചെയ്യാനാണ് അല്ലേ. ഇപ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് കിട്ടിയിട്ടുണ്ട്, എന്താണ്, പ്രൈമർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈമർ ഉള്ളത് കൊണ്ട് തന്നെ ഇനി നേരിട്ട് എന്ത് ആഡ് ചെയ്താൽ മതി, നമ്മുടെ ബേസ് പെയറുകൾ ആഡ് ചെയ്താൽ മതി. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ DNA പോളിമറൈസ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണോ അവിടെയുള്ള ഈ ഒരു 3 to 5' എന്ന് പറയുന്ന ഈ ഒരു ലൈനിലുള്ള ബേസ് പെയറുകൾ, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് പെയറുകൾ എന്ത് ചെയ്തു പോവും, ആഡ് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിനെ കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്ന് പറയും. എന്ത് പറയും, കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്ന് പറയും. കണ്ടിന്യൂസ് സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കണ്ടിന്യൂസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂസ് ഉണ്ടാവണം അല്ലേ. അതെ, ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂസ് ഉണ്ട്. ഇവിടെയാണ് അതുണ്ടാവുക. എവിടെയാണോ മോൾ ഭാഗത്ത് 5' ഉള്ളത് അവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് ഉണ്ടാവുക. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 5 to 3 മാത്രമേ ആഡിങ് നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 5' ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ 3' ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, 3 to 5 ഒരിക്കലും പോവില്ലല്ലോ, 5 to 3 മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷനിലൊക്കെയാണ് നമ്മുടെ പ്രൈമേസ് എൻസൈം വന്നിട്ട് പ്രൈമറിനെ അറ്റാച്ച് ചെയ്യിക്കുക. പ്രൈമറിനെ അറ്റാച്ച് ചെയ്യിച്ചാൽ എന്താണ്, പിന്നെ നമ്മുടെ ബേസ് പെയറുകൾക്ക് വരാം അല്ലേ. ബേസ് പെയർ ആരെ ആഡ് ചെയ്യാം, DNA പോളിമറൈസ് എൻസൈം വരുന്നു. DNA പോളിമറൈസ് എൻസൈം വന്നു കഴിഞ്ഞാൽ എന്താണോ കോംപ്ലിമെൻ്ററി ബേസ് പെയറുകൾ അതിങ്ങനെ ആഡ് ചെയ്യും. എവിടം വരെ ആഡ് ചെയ്തു പോവും, നമ്മുടെ DNAയുടെ അവസാനം വരെ, ഈ ഒരു പോർഷൻ വരെ, ഇവിടെയല്ല എൻഡ് ഉള്ളത്, അവിടം വരെ ആഡ് ചെയ്തു പോവും. അവിടെ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ ഒരു ചെറിയ ഭാഗമേ കിട്ടിയുള്ളൂ. നമ്മുടെ ഹെലിക്കേസ് എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്, ഹെലിക്കേസ് എൻസൈം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു DNA സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഇത്രയും പോർഷൻ മാത്രം മതിയോ? ഇപ്പുറത്താണെങ്കിൽ ഈ ഒരു സൈഡിലാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ
5 to 3 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇത്രയും പോർഷനല്ലേ നടന്നുള്ളൂ, ബാക്കി പോർഷൻ നടക്കണമല്ലോ. അപ്പോൾ ബാക്കി പോർഷൻ നടക്കുകയാണെങ്കിൽ മറ്റൊരു എന്ത് വരണം, മറ്റൊരു പ്രൈമർ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അത് ഞാൻ ഈ ഒരു സൈഡിൽ വരയ്ക്കാം. ഈ ഒരു സ്റ്റാൻഡ് മാത്രം ഇപ്പുറത്തെ സൈഡിൽ ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, കുറച്ചുകൂടി ഒരു ലെങ്ത്ത് ഫോം ചെയ്തിട്ട്, അതായത് നമ്മുടെ പ്രൈമർ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ പിന്നീട് വന്ന് അറ്റാച്ച് ചെയ്തതാണ്. ബേസ് പെയറുകൾ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് എന്തായുണ്ട്, ഇവിടെ 5' ഇവിടെ 3' ഉണ്ട്, ഇവിടെ 5' ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രൈമർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രൈമർ വന്നാൽ എന്താ, ഇപ്പോൾ ഇവിടെ 5' ആണ്, ഇനി 3' വരാതിന് ഇവിടെ 3' അല്ലേ. അപ്പോൾ അങ്ങോട്ട് വരെ ഇനി ഒരു എന്താണ് DNA നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അവിടേക്ക് ആര് വരും, നമ്മുടെ DNA പോളിമറൈസ് എൻസൈം വരും. DNA പോളിമറൈസ് എൻസൈം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കോംപ്ലിമെൻ്ററി ബേസ് പെയറുകൾ ആഡ് ചെയ്യും. എവിടം വരെ ആഡ് ചെയ്യും, തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പ്രൈമർ വരെ ആ ഒരു ആഡിങ് നടക്കും. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഓരോ ഫ്രാഗ്മെൻറ്റുകളായിട്ടാണ്, ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് അവിടെ ഒരു DNA കിട്ടിയത് അല്ലേ. ലാസ്റ്റ് നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഒരുപാട് പ്രൈമറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഇടയിലായിരിക്കും ബേസ് പെയറുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പ്രൈമർ വന്നില്ലേ, അതുകൊണ്ട് അതിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയും. കണ്ടിന്യൂസ് സ്ട്രാൻഡ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു പോർഷൻ, ഈ ഒരു പ്രൈമറും ഇത്രയും ഒരു പോർഷൻ, അതുപോലെ ഈ ഒരു പോർഷൻ, ഓക്കെ, ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ടല്ലേ ഫോം ചെയ്തേ, ആ ഓരോ ഫ്രാഗ്മെൻറ്റുകളാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്താണെന്ന് എന്തായാലും ഓർത്ത് വെച്ചോളൂ, ഒരുവിധം എല്ലാ എക്സാമിനും 1 വേർഡ് തന്നെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, അത് കണ്ടിന്യൂസ് ആയിട്ടല്ലല്ലോ ഫോം ചെയ്തത്, അതുകൊണ്ട് അതിനെ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞു. ഈ ഒരു പ്രോസസ്സ് മറന്നു പോയത്, അതുകൊണ്ടാണ് ഇത്രയും വലിച്ച് നീട്ടി പറഞ്ഞത്. ഓക്കെ, ഇപ്പം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടായിരിക്കാം. ഇതിൽ എന്താണ് DNA ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഭാഗത്ത് 3 to, നിങ്ങൾ മറക്കരുത് കേട്ടോ ഈ ഒരു പോർഷൻ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെയും. ഇവിടെ 3' ആണ്, നമ്മുടെ പാരൻറ് DNAയുടെ സ്ട്രാൻഡാണ് പറയുന്നത്. ഇവിടെ 5', ഇവിടെ 3', ഇവിടെ 5'. ഓക്കെ, 5 to 3 ആണ് ആഡിങ് നടക്കുക എന്ന് പറഞ്ഞു. ഒരിക്കലും എന്താണ് നമ്മുടെ ഈ പാരൻറ് DNA-യുടെ 5 എന്നല്ല തുടങ്ങണേ. ഓക്കെ, പാരൻറ് DNA-യുടെ കോംപ്ലിമെൻ്ററി വരുന്ന സൈഡിൽ 5 ആണോ 3 ആണോ അതിനനുസരിച്ചിട്ടാണ് ആഡിങ് വരുന്നത്. ഇപ്പോൾ ഇവിടെ 3' ആണ് ഉള്ളത് അല്ലേ, അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റില്ല. ഇതിന് തൊട്ടപ്പുറത്ത് 5' ആയിരിക്കും വരിക, തൊട്ടപ്പുറത്ത് വരുന്ന ഫോം ചെയ്യുന്ന DNA-യുടെ സ്റ്റാൻഡിന്, ഇതിൻ്റെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് ഫോം ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ 5' അല്ലേ വരിക. അങ്ങനെയാണ് ഇത് എന്താവുന്നത്, കണ്ടിന്യൂസ് സ്റ്റാൻഡ് ആവുന്നതും. ഇവിടെ 5' ആണ്, ഇവിടെ 3' ആണ്. അപ്പോൾ 5' നേരെ ആഡ് ചെയ്യല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, എന്താണ് ഇവിടെ 3' ആണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വരിക, അതല്ലേ ഫോം ചെയ്യേണ്ട സ്റ്റാൻഡ്. അപ്പം അങ്ങനെ വരില്ല. അപ്പം എന്താ ചെയ്യുക, ഇവിടെ പുതിയ പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് വരിക. അതാണ് നമ്മുടെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ, ആ ഒരു പോർഷൻ മറക്കരുത് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തൊന്നും. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇപ്പം നമുക്ക് എന്താണ് 2 ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAs കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു DNA ആണോ, അല്ല അല്ലേ, കറക്റ്റ് ആയിട്ടുള്ളൊരു DNA അല്ല അത്. കാരണം എന്താ, ഇത് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണെങ്കിൽ അതിൻ്റെ ഒരറ്റത്ത് എന്തുണ്ട്, ഒരു പ്രൈമർ ഉണ്ട്. ഇനി ഇത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രൈമറുകളുണ്ട്. പ്രൈമർ ഉണ്ടാവുമോ നമ്മുടെ DNA-യിൽ, ഇല്ല. അപ്പോൾ ആ പ്രൈമറിനെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പ്രൈമറിനെ പ്രൈമർ റിമൂവർ അല്ലെങ്കിൽ നമ്മുടെ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് വെച്ചിട്ട്, അതെന്താ മോളിക്കുലാർ സിസേഴ്സ് അല്ലേ, ഈ മോളിക്കുലാർ സിസേഴ്സ് വന്നിട്ട് ഈ പ്രൈമറിനൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മുടെ DNA പോളിമറൈസ് വന്നിട്ട് ഇവിടെ ഏത് ബേസ് പെയർ ആണോ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എന്താണ് നൈട്രജൻ ബേസിനെ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ DNA-നെ കറക്റ്റായിട്ട് നൈട്രജൻ ബേസുകൾ മാത്രമുള്ള ഒരു സ്ട്രക്ചറാക്കി മാറ്റും. ഓക്കെ, അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഈ ഒരു സ്ട്രാൻഡുകൾ ഫോം ചെയ്തിട്ടുള്ളൂ അല്ലേ, അവർ ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കണം, ഫിറ്റായിരിക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ ആയിട്ട്, ജനറ്റിക്കലി നമ്മൾ ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ആരെയാണ്, DNA ലിഗേസ് എന്ന് പറഞ്ഞ എൻസൈമിനെയാണ്. അപ്പോൾ ഈ ഒരു DNA ലിഗേസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മുടെ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള 2 DNA-യുടെ മുകളിൽ കൂടെ ഒന്ന് റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഇരിക്കും, നല്ല ഫിറ്റായിട്ട് ഇരിക്കും. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ DNA ഒരെണ്ണത്തിൽ നിന്ന്, ഒരു പാരൻറ് DNA-യിൽ നിന്ന് 2 എണ്ണമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇതാണ് നമ്മുടെ പാരൻറ് DNA എന്നുണ്ടെങ്കിൽ,
ഓക്കെ, ഇതിൽ നിന്ന് എന്തുണ്ടായി? 2 DNA ഫോം ചെയ്തു. ആ ഫോം ചെയ്യുന്ന DNA എന്താ പ്രത്യേകത? ഫോം ചെയ്യുന്ന DNA ഓരോ സ്ട്രാൻഡുകൾ പാരന്റ് സ്ട്രാൻഡുകളും മറ്റേ ഓരോ സ്ട്രാൻഡുകൾ, അതായത് തൊട്ടപ്പുറയുള്ള സ്ട്രാൻഡുകൾ എന്തായിരിക്കും? ന്യൂലി ഫോം ചെയ്തിട്ടുള്ള സ്ട്രാൻഡുകളായിരിക്കും. ഇപ്പം ഇതിൽ യെല്ലോ കളറിൽ കാണുന്നതാണ് എന്ത്? പാരന്റ് സ്ട്രാൻഡുകൾ. മറ്റേതാണ് നമ്മുടെ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള സ്ട്രാൻഡുകൾ. ഓക്കെ, അപ്പോൾ 5 to 3 ആണ് ആഡിങ് നടക്കുന്നത്, അതൊരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ. എസ്ഐക്കൊക്കെ വരാറുള്ളതാണ് DNA റെപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്. അതുപോലെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്താണ്, ഹെലിക്കേസ് എൻസൈമിൻ്റെ ആക്ഷൻ എന്താണ്, DNA പോളിമറൈസിൻ്റെ, അതുപോലെ ടോപ്പോ ഐസോമറൈസിൻ്റെ ആ ഓരോ എൻസൈമും വെച്ചിട്ട് അതിൻ്റെ ആക്ഷൻ എന്താണ് എന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക.